I will come late. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹാപ്പി ആണോ ചോദിച്ചാൽ കുറച്ച് ഹാപ്പിയാണ്, ഹാപ്പി അല്ലേന്ന് ചോദിച്ചാൽ കുറച്ച് ഹാപ്പി അല്ല, ആ ഒരു ടൈപ്പാണ്. ഹാപ്പി അല്ല എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ UK-ന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഹാപ്പി ആയിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ നാട് പറയണത് ഇപ്പോൾ എനിക്ക് അമ്മ, അച്ഛൻ, ചേച്ചി, ഉണ്ണി എല്ലാവരെയും കാണാമല്ലോ നാട്. അപ്പോൾ അത് ഹാപ്പിയാണ്, ഒന്ന് സാഡുമാണ്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും വിട്ടിരുന്ന് അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് യാത്രയും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ? No. Okay. I will come later. I will come after 10 days. Okay. சரியா 10 days கழிச்சு வந்துரும். Okay. அழக்கூடாது. Bye. You should not cry. If you cry, I will also cry. That I told you already. No. ஓகே, ஹாப்பி ஜர்னி சொல்ல அழக்கூடாது. Bye 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 bye. Bye bye. Bye akka. Bye. Bye ആർത്തി. Don't cry. Okay. സോ ഇതാ ഇപ്പം ഞാൻ എയർപോർട്ട് എത്തി. ഞാൻ ഇനി കുറേ നേരം ഇവിടെ നിൽക്കണം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിന് ഞാൻ നേരത്തെ എയർപോർട്ടിൽ വന്ന് ഇരിക്കുകയാണ്. ട്രെയിനിലായതുകൊണ്ട് ട്രെയിനിൻ്റെ സമയം അനുസരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇനി കുറേ നേരം ഇവിടെ ഒരു 5-6 hours ഇവിടെ ഇരിക്കണം. സോ ഞാൻ ഭയങ്കര ബോറടിച്ചിരുന്നിരുന്നു. ലാസ്റ്റ് ഞാൻ കുറേ സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു. ഇപ്പം ലാസ്റ്റ് ഞാനൊരു മാഞ്ചസ്റ്ററിൽ നിന്ന് ലാസ്റ്റായിട്ടൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുകയാണ്. ഓക്കെ. പിന്നെ കുടിച്ചിട്ട് പിന്നെ ബാഗ് ചെക്കിങ്ങിന് പോയപ്പോൾ എന്ത് സംഭവിച്ചു? വലിയൊരു ടെസ്റ്റ് സംഭവിച്ചു. വെയിറ്റ് കൂടി. അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ 20,000 തരണം, അല്ലെങ്കിൽ ബാഗ് ഇവിടെ വെച്ചിട്ട് പോകണം, മാറ്റാനും പറ്റില്ല പറഞ്ഞു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് കുറച്ച് വെയിറ്റ് മാറ്റിയപ്പോൾ ഓക്കെ, കുറച്ചിങ്ങനെ എനിക്ക് ആവശ്യമുള്ള സംഭവം കിറ്റിൽ പിന്നെ കുറച്ച് ഞാൻ വാങ്ങിച്ചൊരു 2-3 തിങ്സ് അത് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. പിന്നെ മാഞ്ചസ്റ്റർ എയർപോർട്ടും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റ് കണ്ടു. ഇപ്പോൾ കുറേ ആയിട്ട് ഫ്ലൈറ്റ് കാണാണ്ട് എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കാണുമ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കിട്ടി, പാസ്സൊക്കെ കിട്ടി. ഇതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാനായി. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. സോ ഞാൻ വന്ന എത്തിയത് എയർവേസിലാണ്. ഞാൻ UK-ക്ക് വരുമ്പോഴും അതിൽ തന്നെ വന്ന് എനിക്കതിൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാരണം തന്നെ എനിക്ക് ഭാഗ്യം കൊണ്ട് തിരിച്ച് വരുമ്പോഴും എനിക്ക് അതേ ഫ്ലൈറ്റ് തന്നെ കിട്ടി. പക്ഷെ എനിക്ക് വരുമ്പോഴായിരുന്നു കുറച്ചും കൂടി ലൈക്ക് നല്ല കംഫർട്ടബിളും ഓക്കെ ആയി തോന്നിയത്. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല. ബട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഇയറിൽ വെക്കാനുള്ള ഇയർബഡും പിന്നെ ഹെഡ്ഫോണൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം വരുമ്പോൾ ഫുള്ള് സിനിമ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെ തന്നെ ഇരുന്നു. ഫുള്ള് ഒരു 7-8 hours ട്രാവൽ ഉണ്ടായിരുന്നു. ഞാൻ പോണ സമയത്ത് 11 hour ട്രാവൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെറും 7 hours തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 7 hours. അത് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തു. അതിന് ശേഷം ഫുഡ് മുഖ്യം ബിഗിലേ ഫുഡ് വന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചു. പാൻ കേക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങി. കുറച്ച് നേരം ഇങ്ങനെ പാട്ട് കേട്ടു. അതിനുശേഷം അപ്പുറത്തെ സീറ്റിലുള്ളൊരു കുട്ടി എന്നെ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിൻ്റെപ്പം ഇങ്ങനെ കളിച്ച് അവൾ വീഡിയോ എടുക്കുന്നത് മാത്രം അങ്ങനെ നോക്കില്ല, ആക്ഷൻ കാണിക്കുക. നല്ല രസമായിരുന്നു. അപ്പോൾ ആ കുട്ടീനോടും ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇങ്ങനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ സമയം പോയി. അതിനുശേഷം പിന്നെയും ഫുഡല്ല, ഒരു കോഫി വന്നു. അപ്പോൾ കോഫി കുടിച്ചു. അതിന് ശേഷം പിന്നെയും ഫുഡ് വന്നു, ലൈക്ക് പിസ്സ. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഫുഡ് തന്നു, പിസ്സയും ജ്യൂസും. പിന്നെ അതിന് ശേഷം പിന്നെയും ഞാൻ ഒരു ഫാമിലി എന്നുള്ളൊരു മൂവി, ആ മൂവി ഞാൻ കണ്ടിട്ടിരുന്നു. അതിനുശേഷം ഈ സ്ക്രീനിൽ എനിക്ക് എത്ര ടച്ച് ചെയ്താലും വർക്ക് ആവുന്നില്ല. അതായത് ചില ടൈമിലാവും, പെട്ടെന്ന് ചില സമയത്ത് ആവുകയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിച്ചില്ലാന്നേ ഉള്ളൂ. അങ്ങനെ കുത്തി ഇങ്ങനെ ഇരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ അത്രയും ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഒറ്റ കൈ കൊണ്ട്
എടുത്തതുകൊണ്ട്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാത്തും മാപ്പും, അതായത് ഫ്ലൈറ്റിൻ്റെ പാത്തും മാപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാമറയിലൂടെ. ലൈക്ക് അപ്പോൾ മേഘവും അങ്ങനെയൊക്കെ കാണുമല്ലോ, അതാ അപ്പോൾ മേഘം കാണുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ മേഘമൊക്കെ കണ്ട് ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് വന്നത്. ഫുള്ള് ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടേയിരുന്നു. ഫുൾ ടൈം അങ്ങനെ തന്നെ പോയി പാട്ട് കേട്ടിട്ടും അങ്ങനെ പിന്നെ വേറെ കുട്ടീൻ്റെ ഒപ്പം കുറച്ച് നേരം കളിച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ടൈം പോയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ, എനിക്ക് അറിയില്ല, എന്തൊക്കെയോ പിടിച്ച് അമുത്തുണ്ട്. അങ്ങനെ മാപ്പ് അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ നോക്കി. അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ എത്തുന്നത് അബുദാബിയിലാണ്. മാഞ്ചസ്റ്റർ ടു അബുദാബിയാണ്. അതാ ഞാൻ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ക്ലിപ്പ് മാറിപ്പോയി, ബട്ട് കുഴപ്പമില്ല. ഞാൻ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പുറത്തുള്ളൊരു ആൻറ്റി ആയിരുന്നു. ഞാൻ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല, ബട്ട് കൂളായി ഞാൻ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞാൻ വന്നു. ഞാൻ പിസ്സ കഴിച്ച് പിന്നെ എന്ത് ചെയ്തു, പിന്നെയും അങ്ങനെ ഇപ്പം ഞാൻ പാട്ട് കേട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇതാ അബുദാബി എത്തിയതിൻ്റെ സൂചനയാണിത്. ലൈക്ക് ആകാശം നല്ല കുറച്ച് കളർ ആയി ഇങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെയാണ് കണ്ടത്. പിന്നെ ഇത് ഇവിടെ എത്തുന്തോറും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ അതിന് ശേഷം അങ്ങനെ എത്തി. എയർപോർട്ട് എത്തിയതിന് ശേഷം ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കേൾക്കണം. ഫൈനലി ഞാൻ അബുദാബി എത്തിയിരിക്കുകയാണ്. സോ ഫ്ലൈറ്റ് യാത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 7 hours തന്നെ ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അബുദാബി എത്തി. ഇനി ഇവിടെ 7 hour ലേ ഓവർ ഉണ്ട്. അതാണ് വലിയ ടാസ്ക്. ബട്ട് ഇത് അത്യാവശ്യം നല്ല എയർപോർട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി എനിക്ക് അതായത് അബുദാബി ടൈം രാത്രി 2:50 എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അത് രാവിലെ 8:25 കാലിക്കറ്റ് എത്തും. സോ ഐ ആം സോ എക്സൈറ്റഡ്. അബുദാബി എയർപോർട്ടിന് എത്തിയതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയണമെങ്കിൽ നിങ്ങളെൻ്റെ വരുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സർപ്രൈസും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. അതൊന്നും ഇനി നടക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എനിക്ക് അത്രേ പറയാനായിട്ട് പറ്റുള്ളൂ. സോ കുറേ സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ എന്തായാലും കാണണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനി നാട്ടിലെത്തിയതുകൊണ്ട് നല്ല വീഡിയോസ് എന്തായാലും ഇടുക. എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരെയും കാണാനായിട്ട് പറ്റും.